ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ മക്കളുടെ കേരള പാഠാവലിയിലെ മലയാളം ഫസ്റ്റിലെ ആദ്യത്തെ യൂണിറ്റായ അമൃതം നുകരാം എന്നതിലെ ഫസ്റ്റ് പാഠാണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത്. അടുക്കള എന്ന ഒരു പാഠഭാഗവും കവിതയാണ്, അതും അതിലെ പ്രവർത്തനങ്ങളുമാണ് ചെയ്തു നോക്കുന്നത്. അപ്പോൾ നോക്കിക്കേ മക്കളെ, അമൃതം നുകരാം എന്നാണ് അല്ലേ നമ്മളുടെ യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ ഇത് ഏകദേശം എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ന് നമുക്ക് ആ ചിത്രം കണ്ടാൽ തന്നെ അറിയാം. നോക്കിക്കേ, പലതരത്തിലുള്ള പലഹാരങ്ങളും അടുക്കളയും ഒക്കെയാണ് അല്ലേ ഇതിൽ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇക്കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം ഈ ചാപ്റ്റർ, ഈ യൂണിറ്റ് മുന്നോട്ട് പോകുന്നത്. ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കാലപ്പകർച്ചകൾ എന്നുള്ള ദേവകി നിലയങ്ങോടിന്റെ ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്, നോക്കാം. വിശപ്പിനേക്കാൾ നല്ല കറിയില്ല, സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല. അടുക്കള എന്ന വലിയ ലോകത്തിന്റെ കാണാ കാഴ്ചകളിലേക്ക് ആണ് ഈ യൂണിറ്റ് നമ്മെ നയിക്കുന്നത്. സദ്യയുടെ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എരിശ്ശേരി. കായയും ചേനയും കഴുകി നുറുക്കി ഉരുളിയിലിട്ട് മുളക് പൊടി തൂവും. അളവ് കുറച്ചാണ് ഇതിൽ മുളകും മഞ്ഞളും ചേർക്കേണ്ടത്. തേങ്ങ തനിയെ വളരെ മാർദ്ദവത്തിൽ അരച്ചെടുത്ത് മാറ്റിവെക്കും. ഇത് ചെറിയ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലാണ് പാകപ്പെടുത്തുക. ഈ വറവിന്റെ പാകമാണ് എരിശ്ശേരിയുടെ രുചിയുടെ അടിസ്ഥാനം. കുറച്ച് തേങ്ങ, അല്പം ജീരകം ചേർത്ത് നന്നായി അരച്ച് വെന്ത കഷ്ണത്തിൽ കലക്കി ഒഴിക്കുന്നു. ഈ കൂട്ടാൻ അധികം തിളയ്ക്കാൻ പാടില്ല, സ്വാദും മണവും നഷ്ടപ്പെടുമത്രേ. സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പ്രമാണം. എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പ്രമാണത്തിലുണ്ട്. ഇനി നമുക്ക് ഇതിന് താഴെ 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, നോക്കിക്കേ. ചോദ്യം 1, ഒരു ഭക്ഷണ വിഭവം പാചകം ചെയ്യുന്നതിന്റെ ചില സൂചനകളുള്ള കുറിപ്പാണ് നിങ്ങൾ വായിച്ചത്. പാചകത്തെ പറ്റി മാത്രം പറയുന്ന കുറിപ്പാണോ ഇത്? പാചകം ചെയ്യലും പാകം തിരിച്ചറിയലും സ്ത്രീകളുടെ മാത്രം കടമയാണെന്ന ചിന്തയ്ക്ക് ഇന്ന് മാറ്റം വന്നിട്ടില്ലേ? ഈ കുറിപ്പ് പാചകം ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, പണ്ടത്തെ ആചാരങ്ങളെക്കുറിച്ചും സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ അവസ്ഥയെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. എരിശ്ശേരി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെയാണ് പെൺകുട്ടികൾ ചിരിക്കേണ്ടത് എന്നും പറയുന്നുണ്ട്. എരിശ്ശേരി കൂടുതൽ തിളച്ചാൽ രുചി കുറയുന്നത് പോലെ സ്ത്രീകൾ കൂടുതൽ ചിരിച്ചാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുള്ള പഴഞ്ചൻ ചിന്താഗതിയാണ് ഇതിൽ പറയുന്നത്. പണ്ട് സ്ത്രീകളുടേത് മാത്രം എന്ന് കരുതിയതായിരുന്നു വീട്ടിലെ അടുക്കള. എന്നാൽ ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അടുക്കളപ്പണിയും മറ്റു വീട്ടുജോലികളും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ആണിനും പെണ്ണിനും ഏത് മേഖലയിലും തുല്യത ഉറപ്പുവരുത്തുന്നുണ്ട്. പല ഹോട്ടലുകളിലും നമുക്ക് സ്ത്രീകളും പുരുഷന്മാരും പാകം ചെയ്യുന്നത് കാണാം. പാചകത്തിൽ മാത്രമല്ല, സമൂഹത്തിലെ പല ഉന്നത പദവികളിലും സമത്വം കൊണ്ടുവന്നിട്ടുണ്ട്. ചോദ്യം 2, എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ. ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ചർച്ച ചെയ്ത് കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും അവതരിപ്പിക്കൂ. ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയുടെ ചിരിക്ക് പ്രശ്നങ്ങളെക്കാൾ സ്വാതന്ത്ര്യം എന്ന ഒരർത്ഥം കൂടി ഉണ്ട്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള അവകാശം അവർക്കിന്നുണ്ട്. പഴഞ്ചൻ ചിന്താഗതികളിൽ നിന്നും നമ്മുടെ സമൂഹം ഒത്തിരി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇനി നമുക്ക് അടുക്കള എന്ന കവിതയിലേക്ക് വരാം. ഭക്ഷണം എല്ലാവർക്കും വേണ്ടതല്ലേ, അപ്പോൾ അടുക്കളയോ? നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും മത്സരിച്ചു വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആര് മറന്നു വച്ചു ഈ അടുക്കള? ഒരുപക്ഷെ എൻ്റെ അമ്മയുടെ അമ്മയുടെ ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം. ഇവിടെ എപ്പോഴും ഒരാൾ കറിക്ക് നുറുക്കിക്കൊണ്ടിരിക്കുന്നു, മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു, അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു, മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു, ഇഞ്ചിയോ പുതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു. അടുപ്പത്ത് തിളയ്ക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു. എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു. ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. പാത്രം കഴുകി നിരത്തി വച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. വയൽക്കരെ ഇപ്പോഴില്ലാത്ത എന്നുള്ള കവിതാ സമാഹാരത്തിൽ നിന്നാണ് TP രാജീവൻ എഴുതിയതാണ് കേട്ടോ. അപ്പം എന്താ മക്കളെ ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? ഒരമ്മയുടെ അവസ്ഥയെക്കുറിച്ചാണ് അല്ലേ, അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ചാണ്. അവൾക്ക് ഏത് സമയവും എന്താണ്, തിരക്കാണ്, ധൃതിയാണ്, കറിക്കുള്ളത് വേണം,
ഉപ്പേരിക്കുള്ളത് വേണം, ചോറും കറിയും എല്ലാം ഉണ്ടാക്കണം. ഇത് കൂടാതെ തന്നെ എന്തൊക്കെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണം. അടിക്കലും തുടക്കലും അടുക്കള വൃത്തിയാക്കലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അമ്മയ്ക്ക് ഏറ്റവും അസഹ്യമായ വിശപ്പാണെങ്കിൽ കൂടി അമ്മ തൻ്റെ വയറ് നിറയ്ക്കാതെ മറ്റുള്ള അടുക്കളയിലുള്ള എല്ലാ ജോലികളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു തീർക്കുന്ന ഒരു ജന്മമാണല്ലേ. അപ്പോൾ അതാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് കവിതയുടെ താഴെയുള്ള ചോദ്യങ്ങളിലേക്ക് വരാം. കവിതയിലേക്ക് ചോദ്യം 1. നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട്? നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് ഈ കവിതയിൽ പറയുന്നുണ്ട്. നെല്ലും ഗോതമ്പും ബാർലിയും ചോളവും എല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും വിളഞ്ഞു നിൽക്കുന്ന താഴ്വരയാണ് ഇവിടെ. അതുപോലെ ആ വീട്ടിൽ ആടും കോഴിയും താറാവും പന്നിയും എല്ലാം മേഞ്ഞു നടക്കുന്നുണ്ട്. ഇതെല്ലാം കവിതയിൽ സൂചിപ്പിച്ച സമൃദ്ധികളാണ്. ചോദ്യം 2. അടുക്കളയിൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ്? കറിക്ക് നുറുക്കണം, മീൻ നന്നാക്കണം, ഇറച്ചി വെട്ടണം, അരിയോ ഗോതമ്പോ ആട്ടണം, ചോറുണ്ടാക്കണം, മല്ലിയും മുളകും അരച്ചുകൊണ്ടിരിക്കണം, ഇഞ്ചിയും പുതിനയും ചതയ്ക്കണം, പാകം ചെയ്യുന്നവയിൽ നിന്ന് ഉപ്പും മുളകും പുളിയും മധുരവും എല്ലാം ഉണ്ടോ എന്ന് നോക്കണം, കഴിച്ച സ്ഥലം വൃത്തിയാക്കണം. അങ്ങനെ ഒരുപാട് ജോലികൾ അടുക്കളയിൽ ചെയ്യാനുണ്ട്. ചോദ്യം 3. ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? ഇവിടെ ഇപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വരികളാണ്. വിശന്നു നിലവിളിക്കുന്നവർ. ചോദ്യം 1. അടുക്കളയിൽ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ആരായിരിക്കും? അടുക്കളയിൽ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ഭക്ഷണങ്ങൾ പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മമാരോ സ്ത്രീകളോ ആയിരിക്കും. ചോദ്യം 2. ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിക്കാൻ കാരണമെന്താവും? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. അടുക്കളയിൽ ധാരാളം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യക്കാർ പലപ്പോഴും അതുണ്ടാക്കുന്നവർ ആവാറില്ല. മറ്റുള്ളവരുടെ വയറു നിറയ്ക്കാനാണല്ലോ വീട്ടിലുള്ള അമ്മമാർ കഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ അപ്രതീക്ഷിതമായി വരുന്ന അതിഥികളും ഭക്ഷണത്തിനുണ്ടാകും. സൂര്യൻ ഉണരുന്നതിന് മുൻപേ തുടങ്ങുന്ന അടുക്കളയിലെ ജോലി രാത്രിയായാലും തീരില്ല. ഭക്ഷണം പാകം ചെയ്യലും വിളമ്പലും വൃത്തിയാക്കലും എല്ലാം ഒരാൾ തന്നെയാണെങ്കിൽ അയാൾക്ക് എവിടെ വിശപ്പകറ്റാൻ സമയം? ഭക്ഷണം കഴിച്ചോ എന്ന് അന്വേഷിക്കാൻ പോലും ആരുമുണ്ടാകില്ല. അടുക്കളയാകുന്ന തുറങ്കലിൽ ജീവിതം ജീവിച്ചു തീർക്കുന്ന സ്ത്രീയാണ് ഇവിടെ വിശന്ന് നിലവിളിക്കുന്നത്. അടുക്കളയ്ക്കുള്ളിൽ മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും, ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റില്ല. ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണത്തിൽ നിന്നുള്ളതാണ്. അടുക്കളയിലെ തേഞ്ഞു തീരുന്ന വീട്ടുപകരണമാണ് ഞാൻ. എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രമാണ് ഞാൻ. സാവിത്രി രാജീവന്റെ പ്രതിഷ്ഠയിൽ നിന്നുള്ള വരികളാണ്. ഈ കവിതാഭാഗങ്ങൾക്ക് അടുക്കള എന്ന കവിതയുമായുള്ള ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ടി.പി. രാജീവന്റെ അടുക്കള, ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം, സാവിത്രി രാജീവിന്റെ പ്രതിഷ്ഠ തുടങ്ങിയ കവിതകളിലെല്ലാം അടുക്കളയിലെ ജീവിതമാണ് പ്രമേയമായി വരുന്നത്. ഒരു നക്ഷത്രവും അമ്മയേക്കാൾ നേരം വൈകി ഉറങ്ങാറില്ലെന്നും ഒരു സൂര്യനും അവളേക്കാൾ നേരത്തെ എണീക്കാറില്ലെന്നുമാണ് ആറ്റൂർ രവിവർമ്മ അദ്ദേഹത്തിന്റെ സംക്രമണം എന്ന കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സമയത്തേക്കാളൊക്കെ ഉപരിയായി കുടുംബത്തെ പുലർത്താൻ നെട്ടോട്ടമോടുന്ന അമ്മമാരുടെ ചിത്രം നമുക്ക് കാണാം. സാവിത്രി രാജീവിന്റെ പ്രതിഷ്ഠയിൽ പറയുന്നതും അടുക്കള ജീവിതത്തെക്കുറിച്ചാണ്. അടുക്കളയിലെ തേഞ്ഞു തീരുന്ന ഉപകരണമായാണ് അമ്മയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരു മെഴുകുതിരി ഉരുകിത്തീരുന്നത് പോലെ തന്നെയാണ് അടുക്കളയിലെ ഉപകരണങ്ങൾ തേയുന്നതും. അടുക്കളയിലെ അമ്മയും അങ്ങനെ തന്നെ തേഞ്ഞു തീരുന്നു എന്നാണ് കവയിത്രി പറയുന്നത്. തൻ്റെ മക്കൾക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യന്ത്രമാണ് അമ്മയെന്നും ഇതിൽ പറയുന്നു. ഈ രണ്ട് കവിതകളിലെ ആശയം തന്നെയാണ് ടി.പി. രാജീവിന്റെ അടുക്കളയിലും ഉള്ളത്. തൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയുടെ, അതുമല്ലെങ്കിൽ തലമുറ ഏതെന്ന് പോലും അറിയാത്ത അമ്മയുടെ അടുക്കളയാണ് അത് എന്നാണ് കവി പറയുന്നത്. ആ വരികളിൽ തന്നെ അടുക്കള അമ്മമാർക്ക് മാത്രമായി ഉള്ളതാണ് എന്ന് വ്യക്തം. അമ്മയെ എപ്പോഴും ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയായാണ് ടി.പി. രാജീവൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അവൾ എപ്പോഴും കറിക്ക് നുറുക്കിക്കൊണ്ടിരിക്കുന്നു, മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു, അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു, ഇഞ്ചിയും പുതിനയും ചതച്ചുകൊണ്ടിരിക്കുന്നു, മല്ലിയും മുളകും അരച്ചുകൊണ്ടിരിക്കുന്നു, ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ ഉപ്പുണ്ടോ മുളകുണ്ടോ എരിവുണ്ടോ എന്ന് സ്വാദ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതുമാത്രമല്ല അമ്മ ചെയ്യുന്നത്, മറ്റുള്ളവർ കഴിച്ചു തീർന്ന പാത്രങ്ങളും മേശയും കസേരകളും എല്ലാം വൃത്തിയാക്കിക്കൊണ്ടുമിരിക്കുന്നു. ഏതു നേരവും അടുക്കളയിലായിരുന്നിട്ടും അമ്മ തൻ്റെ വിശപ്പകറ്റാൻ മറന്നു പോകുന്നു എന്നാണ് കവി പറയുന്നത്. അല്ലെങ്കിൽ തൻ്റെ വിശപ്പ് മാറ്റാനുള്ള സമയം കണ്ടെത്താൻ അമ്മയ്ക്ക് സാധിക്കുന്നില്ല. മറ്റുള്ളവർ കഴിക്കുന്നതിനിടയിൽ അമ്മ കഴിച്ചോ എന്ന് പോലും ആരും തിരക്കാറില്ല. ഈ മൂന്ന് കവിതകളിലും പറയുന്നത് മറ്റുള്ളവർ മറന്നു പോകുന്ന അമ്മമാരുടെ അടുക്കള ജീവിതത്തെക്കുറിച്ചാണ്.
ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നിങ്ങൾക്ക് അടുക്കള എന്നുള്ള ഈ പാഠഭാഗത്തിൽ ചെയ്യാനായിട്ടുള്ളത്. എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. 6ാം ക്ലാസ്സിലെ മക്കളുടെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസുമായി നമ്മൾ വൈകാതെ വരുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്